നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ തൈ അമാവാസ, മകരമാസത്തിലെ ആദ്യ അമാവാസ ദിനമായ നാളെ നമ്മൾ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ആദ്യം അമാവാസ തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണ് എന്ന് കാണാം. അതായത് 28-ാം തീയതിയായ ഇന്നു രാത്രി 8:10 തുടങ്ങി 29-ാം തീയതി നാളെ വൈകുന്നേരം 7:21 വരെയാണ് അമാവാസ തിഥി നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 7:30 വരെയുമുള്ള സമയത്ത് അമാവാസ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. മഹാകുംഭമേളയുടെ പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ അമാവാസ ദിനം എന്ന് പറയുന്നത്. അതായത് മകരമാസത്തിൽ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയുടെ ഏറ്റവും അതിപ്രധാനമായ ഒരു ദിനമാണ് നാളെ. നാളെ ഈ ദിവസത്തിൽ ശിവഭഗവാൻ നേരിട്ട് ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് ഐതിഹ്യം. അതിനാൽ തന്നെ നാളെ നമ്മൾ ശിവഭഗവാനെ വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ ഇല്ലാതായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി വന്നാലും അതേ ഫലം തന്നെയാണ്. കൂടാതെ ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത്, ശിവനാമങ്ങൾ ചൊല്ലുന്നത് തുടങ്ങിയവയെല്ലാം തന്നെ അനുഗ്രഹാതീതമാണ്. ശിവഭഗവാന്റെ വഴിപാടിന് മാത്രമല്ല, നാളെ നമ്മുടെ കുലദൈവ വഴിപാടിനും അനുയോജ്യമായ ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ പിതൃവഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്ര വഴിപാടുകൾ ചെയ്താലും എത്ര പൂജകൾ ചെയ്താലും വീട്ടിലെ കഷ്ടപ്പാടുകൾ ഒരിക്കലും തീരുന്നില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ കഷ്ടപ്പാടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നോ ആരോഗ്യ പ്രശ്നം, അതല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ വീട്ടിൽ എന്നും കലഹങ്ങൾ എന്നിവയെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒന്നോർക്കുക, നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഇതുപോലുള്ള മകര അമാവാസി, അതുപോലെ തന്നെ നമുക്ക് കർക്കിടക അമാവാസ, അതുപോലെ തന്നെ തുലാമാസത്തിലെ വരുന്ന വാവ് എന്നിവയെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസത്തിൽ നിങ്ങൾ കർക്കിടക വാവിനോ അതല്ലെങ്കിൽ തുലാമാസത്തിലെ വാവിനോ പിതൃപ്രീതി വരുത്തിയിട്ടില്ലെങ്കിൽ നാളെ തീർച്ചയായും ആ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. ഇനി അതല്ല, ഞങ്ങൾ എല്ലാ വർഷങ്ങളിലും കർക്കിടക വാവിന് ബലിതർപ്പണം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും കൂടി നാളെ രാവിലെ എഴുന്നേറ്റ ഉടൻ കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ ചോറ് കുറച്ചെടുത്ത് അതിൽ കുറച്ച് എള്ളു കലർത്തി വീടിന് പുറത്ത് കുറച്ച് വെള്ളം തെളിച്ച് അവിടെ ഒരു ഉരുളയാക്കി വെച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഇതുപോലെ തന്നെ നാളെ നമ്മുടെ കുലദൈവ വഴിപാട് ചെയ്യേണ്ടതാണ്. കുലദൈവ വഴിപാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടദൈവങ്ങൾ ആരായാലും ശരി, നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കുലദൈവ വഴിപാട് എന്ന് പറയുന്നത്. നമ്മുടെ കുലദൈവത്തിൻ്റെ പടമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹമോ നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതല്ല, കുലദൈവത്തിൻ്റെ പടമോ വിഗ്രഹമോ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും കൂടി നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഒരു ചെമ്പിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ കുറച്ച് പുഷ്പങ്ങളിട്ട് അതിലൊരു പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു എന്നിവയിട്ട് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് ആ ചെമ്പിന് മുകളിൽ നമുക്ക് ഒരു ദീപം തെളിയിച്ച് കുലദൈവമായി വിചാരിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് വളരെ നല്ല ഒരു ഫലങ്ങൾ തരുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലെ കുലദൈവാനുഗ്രഹത്തിനായി അമാവാസ ദിവസങ്ങളിൽ, എല്ലാ അമാവാസ ദിവസങ്ങളിലും നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുദോഷം, അതുപോലെ തന്നെ നമ്മൾ എത്ര തന്നെ പണം സമ്പാദിച്ചാലും അതൊന്നും നമുക്ക് കാണുന്നില്ല. മാത്രമല്ല, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ്. ഏതൊരു കാര്യം എടുത്താലും അവിടെ കലഹങ്ങളാണ്. വീട്ടിൽ പരസ്പരം ആരും തന്നെ സംസാരിക്കുന്നത് പോലും ഇല്ല. അതുപോലെ തന്നെ മക്കൾ നമ്മൾ പറഞ്ഞതൊന്നും തന്നെ അനുസരിക്കുന്നില്ല, ഭർത്താവ് പറഞ്ഞതൊന്നും തന്നെ അനുസരിക്കുന്നില്ല. എത്ര തന്നെ സ്നേഹത്തോടു കൂടി നമ്മൾ സംസാരിച്ചാലും അവസാനിക്കുന്നത് വഴക്കിലായിരിക്കുമെന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒന്നോർക്കുക. എല്ലാ ദോഷങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു വന്നാലും ദൃഷ്ടിദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുറച്ച് ശ്രമം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരാത്തത്. പെടാപ്പാടുപെട്ടിട്ടാണ് ഓരോ രൂപ ചേർത്ത് വെച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എങ്കിൽ പോലും കാണുന്നവർക്ക് നമുക്ക് വളരെയധികം പണമുണ്ട്, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുകയാണ്, അവർക്ക് എവിടെ നിന്നാണ് പണം എന്നെല്ലാം തോന്നും. അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൃഷ്ടിദോഷമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉള്ള വ്യക്തികൾക്ക് നമ്മൾ എത്ര തന്നെ നമ്മുടെ പ്രാരാബ്ദങ്ങളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും പറഞ്ഞാലും അവർ നമ്മൾ പറയുന്ന സമയത്തെല്ലാം അത് കേട്ടാലും പിറകിൽ പോയി നിന്ന് അവർക്ക് എന്താണ്, അവർ എത്രയോ സമ്പാദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവരുടെ കയ്യിൽ ഇത്രയും പണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ആ ഒരു അസൂയയോടുകൂടി നോക്കുന്ന
ആ ഒരു നോട്ടം മതി നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുവാനായി. അങ്ങനെയുള്ള ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാനുള്ള ഒരു കർമ്മം കൂടി ഞാൻ ഇവിടെ പറയാം. അതായത് വീട്ടിലെ മുതിർന്നവർ, അത് ആരായാലും ശരി, അവർ ഒരു കൈപ്പിടി കല്ലുപ്പ് എടുക്കുക. ആ കല്ലുപ്പിനോടൊപ്പം തന്നെ കുറച്ച് വെൺകടുക് എടുക്കുക. വെള്ള നിറത്തിലുള്ള കടുക് നമുക്ക് സുലഭമായി കിട്ടും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കറികൾ താളിക്കുവാൻ എടുക്കുന്ന കറുത്ത നിറത്തിലുള്ള കടുക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വറ്റൽമുളക്, ഇവ മൂന്നും ചേർത്ത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മുടെ തല ഒഴിയണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും തലയ്ക്ക് ഒഴിഞ്ഞുകൊണ്ട് അതിനെ നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ്. വീടിന് പുറത്ത് വെച്ചായിരിക്കണം ഇത് കത്തിക്കേണ്ടത്. നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിന് മുറ്റത്തുള്ള കുറച്ച് മണ്ണെടുത്തും നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് ചുറ്റിയിടാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും മേലുള്ള ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം തന്നെ വളരെ സുലഭമായി നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് അമാവാസ തിഥികളിൽ മാത്രമാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് ശർക്കര, നമ്മൾ വെല്ലം എന്നെല്ലാം പറയും, ആ ശർക്കരയുടെ പൊടി ഒരു ചെറിയ ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി നമ്മുടെ പ്രധാന വാതിലിൻ്റെ വലതുവശത്ത് നമുക്ക് വെച്ച് പോയി കിടന്നുറങ്ങാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം മതിയാകുന്നതാണ്. അത് നമ്മൾ സാധാരണ എപ്പോഴും വെച്ച് പോയി ഉറങ്ങുന്നത് പോലെ തന്നെ ഉറങ്ങാം. രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ അത് പോയി നോക്കുന്ന സമയത്ത് ചിലരുടെ വീട്ടിലാണെങ്കിൽ ഉറുമ്പുകൾ വന്ന് എടുത്തിട്ടുണ്ടാകും, ചിലർക്ക് ഉറുമ്പുകൾ എടുത്തിട്ടുണ്ടാകില്ല. എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഉറുമ്പുകൾ ഈ ശർക്കര കഴിക്കുന്ന സമയത്ത് നമ്മുടെ പാപകർമ്മങ്ങൾ കുറേശ്ശെയായി ഇല്ലാതാകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ഇത് ഒരു ദിവസം മാത്രമല്ല, എല്ലാ അമാവാസ തിഥികളിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുജ്ജന്മ പാപങ്ങളും കർമ്മപാപഫലങ്ങളും എല്ലാം തന്നെ ഇല്ലാതായി പോകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഉറുമ്പുകൾ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അടുത്ത തവണ അമാവാസ തിഥിയിൽ ഇതുപോലെ വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ നാളെ ഉറങ്ങുന്നതിന് മുന്നേ കല്ലുപ്പ് കൊണ്ട് നമ്മുടെ തലയ്ക്കൊഴിഞ്ഞിടുക, അതുപോലെ തന്നെ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ശർക്കര നമ്മുടെ വീടിൻ്റെ വലതുഭാഗത്ത് വയ്ക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റമുണ്ടാകും. അതായത് നമ്മുടെ കർമ്മപാപ ഫലങ്ങൾ ഇല്ലാതാകുകയും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുകയും നമ്മുടെ കുലദൈവ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു അമാവാസ തിഥിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. തുടർച്ചയായി എല്ലാ അമാവാസ തിഥികളിലും നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. കഴിയുന്നതും അമാവാസ തിഥികളിൽ നമ്മൾ നോൺ വെജ് കഴിക്കാതിരുന്ന് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ പീരിയഡ്സ് ആയവർക്കും ഇതുപോലുള്ള ഈ താന്ത്രികങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. പൂജാമുറിയിൽ ചെന്നിരുന്ന് നമ്മൾ പൂജകൾ മാത്രമേ ചെയ്യാൻ പാടാത്തതുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞ 3 കാര്യങ്ങളും നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.